ഒരു 75% നമ്മളെ എടാട്ട് മുതൽ ഏലോട് യാത്ര വരില്ലേ. സുഖമായി വണ്ടിക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ഏലോട് നമ്മളെ കുഞ്ഞാമംഗലം സൈഡിലും പോകണമെങ്കിൽ സർവീസ് റോഡിൽ മാത്രമേ കയറിയിട്ട് പോകാൻ പാടുള്ളൂ. ഇതിൽ കയറിയാൽ പിന്നെ നമുക്ക് പ്ലാത്തറ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് ഇറങ്ങേണ്ട സംവിധാനം ഏരിയയുടെ ഇല്ല. അപ്പോൾ ലോറിനെല്ലാം ഓവർടേക്ക് ചെയ്ത് നോക്കണം. വെഹിക്കിൾ വണ്ടി വരുന്നുണ്ട് നോക്കണം. നല്ല സ്പീഡിലായിരിക്കും വണ്ടി വരുന്നുണ്ടായാൽ. അപ്പോൾ നമ്മളെ സൈഡ് ഗ്ലാസ്സിൽ നോക്കിയിട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ സാധാ റോഡല്ല. വേണ്ട കാറിലും എത്ര സ്പീഡിലാണ് വരുന്നത് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളെ ഏലോട് എത്തിയിട്ടാണ്. ഏലോട് കുഞ്ഞമംഗലം ആ റോഡാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് അവിടത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ സർവീസ് റോഡിൽ തന്നെ വരണം. ഇത് നമ്മളെ പ്ലാത്ര നമ്മളെ പഴയൊരു പമ്പുണ്ടല്ലോ, ഭാരത് പെട്രോളിയം, അവിടത്തേക്ക് മുട്ടൽ. പിന്നെ അവിടെ പോയിട്ട് തിരിച്ചിട്ട് അപ്പുറത്തെ സർവീസ് റോഡിൽ കയറണം കേട്ടോ. നമ്മൾ പ്ലാത്തറ എത്താറായിട്ടാണ്. പ്ലാത്തറ ഞാൻ പറഞ്ഞ പഴയ ഭാരത് പെട്രോളിയം അവിടേക്ക് എത്താനായി. ഇവിടെ ഒരു സംഘം തിയേറ്ററായിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ അത് ഓഡിറ്റോറിയറ്റ് ആയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഭാരത് പെട്രോളിയം പഴയ പ്ലാത്ര പമ്പ് എന്ന് പറഞ്ഞിട്ട് പറയല്. പമ്പെല്ലാം പൂട്ടിപ്പോയിട്ടാണ്. എല്ലാം റോഡിൻ്റെ ഭാഗത്തിലായിട്ട് എല്ലാം കൊണ്ടുപോയി. നമുക്ക് റൈറ്റ് ആ ലോറി പോകുന്നത് പഴയങ്ങാടി നേരെ കണ്ണൂരേക്ക്. ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇത്രയും ഹൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളെത്ര താഴത്തിലൊക്കെ ഹൈറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ പ്ലാത്ര ജംഗ്ഷനത്തായിട്ടാണ്. പ്ലാത്ര ടൗണ് വിളിക്കണം. നമ്മളെ പ്ലാത്ര ടൗൺ അണ്ടർപാസ് ഉണ്ടോ? ഇത് വലിയ അണ്ടർപാസ് ആട്ടോ. ഇത് പ്ലാത്ര ബസ് സ്റ്റാൻഡ്.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോയാൽ നമുക്ക് നേരെ വളയങ്കോട് റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ത്യനെ പോലെ അടിക്കണമെങ്കിൽ നേരെ പോകണം. എണ്ണയിൽ നിന്ന് അടിക്കണ്ടെങ്കിൽ നമുക്ക് ഈ റോഡിൽ തന്നെ നേരെ കയറാം. അപ്പോൾ വളയങ്കോട് നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. പെരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗം ഞാൻ മുമ്പത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വളയങ്കോട് അമ്പലമാട്ടത് ശിവക്ഷേത്രം ഇവിടെ ഉണ്ട് ക്ഷേത്രം. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ ഞാൻ എന്തെങ്കിലും വാക്കുകൊണ്ട് വേറെ എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ കമൻ്റായിട്ട് ഇടണ്ടോ. അതിപ്പോൾ മൈക്കിന് അത്ര പഴയ മൈക്കായതുകൊണ്ട് ക്ലാരിറ്റി അത്ര ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ വളയങ്കോട് ഇടുന്നതാണ് അങ്ങോട്ട് ബാക്കി നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത്. മെഡിക്കൽ കോളേജിൻ്റെ ഭാഗം കാണിച്ചില്ല.